ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 82. അപ്പോൾ 82ാം എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം. സംഗതി വേറൊന്നുമല്ല, ഇന്ന് ഞാനൊരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ചാനൽ. അതായത് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടി ഉഡായിപ്പാണോ അല്ലയോ എന്ന് ചോദിച്ചിട്ടൊരു പോൾ ആണെങ്കിൽ നിങ്ങൾക്ക് ആണ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ അല്ല എന്ന് പറയാനുള്ള ഒരു ഓപ്ഷനും വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് താല്പര്യമുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ ആ പോളിലൊന്ന് പോയി ഒന്ന് ആക്റ്റീവ് ആവുക. ഞാൻ പറയാൻ കാരണം വേറൊന്നും കൊണ്ടല്ല, ഞാൻ ആ ഒരു പോൾ ഇടാൻ തന്നെ കാരണം ഇന്നത്തെ ലൈവ് കണ്ടുകൊണ്ടാണ്. കാരണം ഇന്ന് ലൈവിൽ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു, പക്ഷെ ആ ശ്രദ്ധിച്ച കാര്യം എനിക്ക് ഉറപ്പായിരുന്നു ഇന്നത് എപ്പിസോഡിൽ കാണിക്കത്തില്ല എന്നുള്ള കാര്യം. അതുപോലെ തന്നെ ആ ഒരു സാധനം എപ്പിസോഡിൽ കാണിച്ചില്ല. നേരെ മറിച്ച് വേറൊരു സംഗതി കാണിച്ചു അവിടെ. അതായത് ഈ ബിഗ് ബോസ്, എനിക്കറിയത്തില്ല എത്ര പേർക്ക് അറിയായിരിക്കുമെന്ന്, ബിഗ് ബോസ് എന്ന് പറഞ്ഞ പരിപാടിയിലേക്ക് ഇത്തവണ നമ്മുടെ സായി എന്ന് പറയുന്ന സീക്രട്ട് ഏജന്റിനെ വിളിച്ചു വരുത്തിയത്. സായിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു ആദ്യമേ വിളിച്ചപ്പോൾ പോകാൻ. ഞാൻ അറിഞ്ഞത് വെച്ചിട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സായിക്ക് ആദ്യമേ തൊട്ട് വന്ന് മത്സരിക്കണം എന്നുള്ളൊരു മൈൻഡിലിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു സായി. അതുകൊണ്ട് തന്നെ ഈ പകുതി വെച്ചിട്ട് വൈൽഡ് കാർഡ് എൻട്രി വഴി സായിയെ വിളിച്ചപ്പോഴത്തേക്ക് വലിയ താല്പര്യമില്ലായിരുന്നു എന്നാണ് അറിഞ്ഞത്. നീ സായി ഒന്ന് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് ചിലപ്പം വേറെ വലിയ സാധനങ്ങളൊക്കെ പറയുമായിരിക്കും, എന്തും ആയിക്കോട്ടെ. ഞാൻ അറിഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വന്ന സായി ഇപ്പൊ വലിയ കണ്ടന്റ് ഒന്നും നമുക്ക് തരുന്നില്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലുമൊക്കെ സ്ഥലത്തൊരു സായിക്ക് ഇച്ചിരി ബൂസ്റ്റ് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ആ ഒരു സാധനം നമ്മുടെ ബിഗ് ബോസിലെ എഡിറ്റർമാർ ചെയ്യുന്നുണ്ട്. മറിച്ച് ബിഗ് ബോസിലെ ഒരു കണ്ടസ്റ്റന്റിനെ ഇന്ന് പുറത്ത് ജനങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, ജിൻഡോ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ. അപ്പൊ ആ വ്യക്തി ചെയ്യുന്ന നല്ല പല കാര്യങ്ങളും ഈ ഒരു എപ്പിസോഡ് വരുമ്പോഴത്തേക്ക് നമ്മുടെ എഡിറ്റർ ചേട്ടന്മാർ അതങ്ങ് മുക്കിക്കളയുന്നുണ്ട്, നല്ല വൃത്തിക്ക് മുക്കിക്കളയുന്നുണ്ട്. സോ ആ ഒരു സംഗതി ഇന്നത്തെ ലൈവിൽ ഞാൻ കണ്ടു. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഈ എപ്പിസോഡിന്റെ റിവ്യൂവിൽ തന്നെ പറയാം. അപ്പോ എപ്പിസോഡ് 40 അപ്പൊ എപ്പിസോഡ് 82ന്റെ റിവ്യൂ. അപ്പോൾ രാവിലെ തന്നെ പാട്ടൊക്കെ ഇടുന്നുണ്ട്, ചേട്ടന്മാരൊക്കെ വന്ന് ഡാൻസ് കളിക്കുന്നുണ്ട്. മെയിൻ ഇപ്പൊ സായി ആണ് കേട്ടോ. സായി ഇപ്പൊ മെയിൻ ആയിട്ട് മറ്റേ ഡാൻസറായി മാറിയിട്ടുണ്ട്. ആ തിരക്കൊക്കെ ഇപ്പൊ അധികം ആൾക്കാരില്ലല്ലോ, അപ്പൊ വന്ന് ഡാൻസ് ഒക്കെ കളിച്ച് ഫ്രണ്ടിലൊക്കെ നിപ്പുണ്ട് ചെറുക്കൻ. സായിയും അബിയും കൂടെയാണ് ഇന്ന് മെയിൻ ഡാൻസിലേക്ക് ആദ്യമേ തന്നെ ഇറങ്ങുന്നത്. പിന്നെ മെല്ലെ പുറകെ വാലെ എല്ലാവരും വരുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും ഒന്നും വരുന്നില്ല, എന്നാലും ബാക്കി കുറച്ച് പേരൊക്കെ വരുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് 7 കൊടുക്കുകയാണ്. ചവിട്ട് നാടകം. ഈ ചവിട്ട് നാടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും കുറെ പേര് കണ്ടായിരിക്കും, ഇപ്പൊ കാണാത്തവർക്ക് വേണ്ടിയാണെന്ന് പറയാം. ഒരു റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മുടെ ഈ കമ്പ് വെച്ചിട്ടുള്ള ഒരു അറ്റത്ത് കൊണ്ടുവന്ന് മറ്റേ ഒരു നമ്മുടെ ഫ്ലവർ വൈസ് വെക്കും. ഇപ്പുറത്തെ അറ്റത്ത് അവർ കയറി നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പിൽ കയറി നിന്നിട്ട് ആ സ്റ്റെപ്പിൽ നിന്ന് ഒരു കാലെടുത്ത് ഈ ഒരു റോഡിന്റെ, അതായത് ഈ മരത്തിന്റെ ഒരു റോഡാണ് ഇട്ടിരിക്കുന്നത്, അതിന്റെ ഈ സൈഡിൽ അവർ ഒരു കാല് വെച്ച് അമർത്തി നിൽക്കണം. അപ്പുറത്തെ സൈഡിൽ ഈ ഒരു ഫ്ലവർ വൈസും വെക്കും. എന്നിട്ട് ഇത് ബാലൻസ് ചെയ്ത് നിർത്തുക. അതായിരുന്നു ഈ ടാസ്ക് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പൊ അതിലേക്ക് ആദ്യമേ വരുന്നത് നമ്മുടെ നോറയും അതുപോലെ തന്നെ സായി ചേട്ടനും കൂടെയാണ്. അപ്പോൾ നോറ നല്ല വൃത്തിയായിട്ട് ആ ഗെയിം നോറ അത് കയറി നിൽക്കുമ്പോൾ തന്നെ ബാക്കി എല്ലാവരും നോറ പ്രൊവോക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. ആ പ്രൊവോക്ക് ചെയ്യാൻ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിച്ച് മറ്റേ വെറുപ്പിച്ച് നോറെ ഗെയിമിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി ബാക്കി അവിടെ എല്ലാവരും ഈ ഒരു കളി തുടങ്ങിയപ്പോൾ ബാക്കി എല്ലാവരും ആ ഒരു ആക്ടിവിറ്റി റൂമിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ബിഗ് ബോസ് അണ്ണൻ ബാക്കി എല്ലാവരോടും എണീറ്റ് വിട്ടോളാൻ പറയുന്നുണ്ട്. അധികം ഒന്നല്ല, ആരും അവിടെ ഇരുത്തുന്നില്ല. ഈ കളിക്കുന്ന അറ്റ് എ ടൈമിൽ 2 പേർക്കേ കളിക്കാൻ പറ്റുള്ളൂ. ആ 2 ടൈം അല്ലാതെ ബാക്കി എല്ലാവരെയും പുറത്തിറക്കി വിടുന്നുണ്ട്. അത് വിടാനുള്ള മെയിൻ കാര്യം നന്നായി വിട്ടത്. കാരണം മാക്സിമം ആ ഗെയിം തുടങ്ങിയപ്പോൾ തന്നെ എല്ലാവരും നോറ ഔട്ട് ആവണോ എന്നുള്ളൊരു മൈൻഡിലാണ് ബാക്കി എല്ലാവരും ഇരിക്കുന്നത്. അതിനകത്ത് ഏറ്റവും കൂടുതൽ കണ്ടത് നമ്മുടെ സിജോ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ സിജോ ഒക്കെ മറ്റേ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചാണോ ഈ ഒരു കുത്തുന്നതെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ എന്തായാലും. പക്ഷെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ പറയാം. ഈ ഒരു ബിഗ് ബോസിലെ ഈ ഒരു സീസണിലെ ആളുകൾക്ക്, കണ്ടസ്റ്റൻസിന് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ സ്നേഹമൊന്നുമില്ല. അത് 100% ഉറപ്പുള്ള ഒരു കാര്യമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ സ്നേഹമൊന്നുമില്ല. ആകെ കുറച്ച് പേർക്കാണ് പിന്നെയും ആ ഒരു സ്നേഹമുള്ളത്. എല്ലാവർക്കും ഒന്നും ആ ഒരു പരിപാടി ഉണ്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. നമ്മുടെ സിജോയും സായിക്കൊക്കെ അങ്ങനത്തെ ഒരു സാധനമേ ഇല്ല. പിന്നെ ജാസ്മിൻ ആണെങ്കിലും അങ്ങനെ വലിയ സ്നേഹമൊന്നും ഇല്ല കൂടെ ഉള്ളവരോട്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും ഇവരിനകത്ത് കാണിക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നേരത്തെ സീസണിലൊക്കെ ഇപ്പോഴും ആൾക്കാർ തമ്മിലുള്ള ആ ഒരു സ്നേഹം അവർ പുറത്തിറങ്ങിയിട്ടുള്ള നമുക്ക് കാണാനുണ്ട്. ശത്രുതയുള്ളവർ ശത്രുതയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്, പക്ഷെ സ്നേഹമുള്ളവർ അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇവിടെ ഈ ഒരു സീസണിൽ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ സ്നേഹം കൊണ്ട്. ആകെ മറ്റേ ക്യൂട്ട്നെസ് വാരി വിതറുന്ന നമ്മുടെ അർജുനും ആ ഒരു ശ്രീതു, അവർ മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു വ്യക്തി, സ്നേഹം എല്ലാവരോടും ഉണ്ട്, അല്ലെങ്കിൽ എല്ലാവരെയും ഒരു രീതി കാണുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയ ജിൻഡോ തന്നെയാണ്. ഇപ്പൊ ആരൊക്കെ ഞാൻ ജിൻഡോയെ വെളുപ്പിക്കാനോ വോട്ട് മേടിച്ചു കൊടുക്കാനാണെന്ന് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല. ഉള്ള കാര്യം ഞാൻ പറയും. എനിക്ക് പേഴ്സണലി ജിൻഡോയെ അങ്ങനെയാണ് തോന്നുന്നത്. കാരണം അതിനൊരു എക്സാമ്പിൾ ഇന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ആദ്യമേ എന്തായാലും നോറയും നമ്മുടെ സായിയും വരുന്നുണ്ട്. സായി തന്നെ ആദ്യമേ ഔട്ടായി പോകും. അപ്പൊ അത് കഴിയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞല്ലോ, ആക്ടിവിറ്റി ഏരിയയിൽ നിന്ന് എല്ലാവരെയും ഇറക്കി വിടുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ വന്ന് നിൽക്കുന്നത് നമ്മുടെ
അബിയാണ്. അപ്പൊ സായി ഇറങ്ങി വെളിയിൽ പോകുമ്പോഴത്തേക്ക് നമ്മുടെ നോറ ചോദിക്കുന്നുണ്ട്. അപ്പോഴും എനിക്കൊരു കാര്യം മനസ്സിലായി, ലൈക്ക് കൂടെ നിന്നൊരു വ്യക്തിയോടുള്ള നോറയുടെ ഒരു കരുതൽ. അതിപ്പോ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും നോറ ചോദിക്കുന്നുണ്ട് സായി ചേട്ടാ, അതായത് ഇവർ രണ്ടുപേരും ഈ കുറെ നേരം നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. ആ സമയത്താണ് സായിയുടെ കാല് വയ്യാതായി, അതുകൊണ്ട് കാല് അവിടുന്ന് എടുത്തു, കാല് ഇതായി പോയി. അപ്പം ആ ഒരു സമയത്ത് നോറ ചോദിക്കുന്നുണ്ട് സായി ചേട്ടാ സംസാരിച്ചുകൊണ്ടാണോ വല്ലതും പറ്റിയത്? അപ്പൊ സായി പറയുന്നുണ്ട് അല്ല എന്ന് പറഞ്ഞ് സായി പോകുന്നു. അത് കഴിഞ്ഞിട്ട് അബി വരുന്നുണ്ട്. അബി വന്നപ്പോൾ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സായി ഈ അബിയുടെ ഈ ഒരു ഫ്ലവർ വേസ് ഉണ്ടല്ലോ, ഇപ്പുറത്തെ സൈഡിൽ ഒരു പരന്നൊരു പ്ലേസ് ഉണ്ട്. ഈ റോഡിന്റെ തന്നെ ഈ ഒരു മരത്തിന്റെ റോഡ് വെച്ചേക്കുന്നതിന്റെ ഒരു സൈഡിൽ ഇവർക്ക് കാല് വെക്കാനുള്ള ഒരു പരന്ന സ്ഥലമുണ്ട്. ഇപ്പം ഈ ഫ്ലവർ വേസ് വെക്കാനായിട്ട് ഒരു പരന്ന സ്ഥലമുണ്ട്. അപ്പൊ അതിൽ ഈ ഫ്ലവർ വേസ് വെക്കേണ്ടത് സത്യം പറഞ്ഞാൽ നടുക്കാണ്, എന്നാലും അത് പ്രോപ്പറായിട്ട് അവർ കളിക്കാൻ പറ്റത്തുള്ളൂ. ഈ നമ്മുടെ അബി വന്നപ്പോഴത്തേക്ക് സായി ഈ ഒരു റോഡിന്റെ ഈ ഒരു പരന്ന ഒരു സ്ഥലത്തിന്റെ പ്രതലത്തിന്റെ ഏറ്റവും അറ്റത്ത് കൊണ്ടുപോയാണ് ഈ ഒരു ഫ്ലവർ വേസ് വെച്ച് കൊടുക്കുന്നത്. എന്തോ ഒരു അവനുള്ളൊരു, എനിക്ക് സത്യം പറഞ്ഞത് മനസ്സിലായില്ല. അവനിനി എന്തെങ്കിലും മറ്റേ മനഃപൂർവ്വം വൈരാഗ്യമൊക്കെ ഉണ്ടോ ഇനി അതുകൊണ്ട് കാണിച്ചാണോ എന്ന് അറിയത്തില്ല. എന്തായാലും അങ്ങനെ ഒരു പരിപാടി സായി അവിടെ കാണിക്കുന്നത് ശ്രദ്ധിച്ചു. എല്ലാവരും ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല, ഞാൻ നോക്കി, എനിക്ക് മനസ്സിലായി, ഞാൻ ശ്രദ്ധിച്ചതുകൊണ്ട്. അപ്പൊ അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അടുത്തത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അബി പിന്നെ പറയുന്നുണ്ട് അബിക്ക് കാല് വേദന എടുക്കുന്നു, അധികം നേരം നിൽക്കാൻ വയ്യ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം അബി പോകുന്നതിന്റെ ഇടയ്ക്ക് തന്നെ അബി കഴിഞ്ഞ ഉടനെ തന്നെ പിന്നെ വരുന്നത് എനിക്കൊന്ന് അർജുനാന്ന് തോന്നുന്നു. അർജുൻ വരുന്നുണ്ട്. അങ്ങനെ എല്ലാവരും വന്നു പോകുന്നുണ്ട്. അർജുൻ വരുമ്പോഴത്തേക്ക് അർജുൻ അല്ല, സിജോ ആണെന്ന് തോന്നുന്നു പിന്നെ വരുന്നത്. യെസ്, സിജോ ആണ് വരുന്നത്. അപ്പൊ സിജോയ്ക്കും വയ്യ, കാല് മറ്റേ കയറി പിടുത്തം കൊളുത്തി പിടിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം അത് കണക്ക് തന്നെ ബിഗ് ബോസ് പറയുന്നുണ്ട് നമ്മുടെ സിജോയിനോട്, സിജോ കുട്ട ഇതൊരു അഭ്യാസമൊന്നും അല്ല കേട്ടോ, കാരണം സിജോയ്ക്ക് കാലും കൊണ്ട് വയ്യ അവിടെ നിൽക്കാനായിട്ട്. അവർക്കൊക്കെ മറ്റേ എക്സസൈസ് ഒക്കെ ചെയ്ത് നിൽക്കുന്ന മറ്റേ വൺ ബോഡി അല്ലേ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കാഫൊക്കെ കയറി ടൈറ്റ് ആവും. അങ്ങനെ സിജോയ്ക്കൊന്നും പറ്റിയ പണിയല്ല എന്ന് മനസ്സിലായി. അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അർജുൻ നിൽക്കുന്നുണ്ട്. അർജുൻ വരുന്നു. അർജുൻ പിന്നെ പാട്ടൊക്കെ പാടിയാണ് നിൽക്കുന്നത്. ഋഷി അതിൻ്റെ ഇടയ്ക്ക് ഋഷി നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അർജുന് മുമ്പേ വന്ന ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ ഋഷി ഈ ഒരു ഗെയിമിലേക്ക്. അപ്പൊ ഋഷി കുറെ നേരം നിൽക്കുന്നുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മുടെ അർജുനാണ് വരുന്നത്. അർജുൻ നിൽക്കുമ്പോഴത്തേക്ക് പാട്ടൊക്കെ പാടിയാണ് അർജുൻ നിൽക്കുന്നത്. ഋഷിയും മറ്റേ പാട്ടൊക്കെ പാടി, ഋഷിയാണ് തുടക്കം ഇട്ടത്. ആ ഒരു മൈൻഡ് ഡീവിയേറ്റ് ആയി പോവാതെ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. നൈസായിട്ട് പാട്ടൊക്കെ പാടി അവിടെ നിൽപ്പുണ്ടായിരുന്നു. എന്തായാലും ഋഷിയും പെട്ടെന്നല്ല കുറച്ച് നേരം നിന്നതിന് ശേഷം, എനിക്ക് തോന്നുന്നു ഒരു 1 hourന് മേളിൽ ഋഷി നിന്നിട്ടുണ്ട്. അതിനുശേഷമാണ് ഋഷി ഔട്ടാവുന്നത്. ഋഷി ഔട്ടായി കഴിയുമ്പോൾ ശ്രീതു വരുന്നുണ്ട്. അപ്പം ശ്രീതു വന്നു കഴിയുമ്പോഴത്തേക്ക് പിന്നെ രസമായിരുന്നു അവിടെ. കാരണം അർജുൻ പാട്ട് പാടുന്നു, ശ്രീതു പറയുന്നത് എടാ പാട്ട് പാടാന്നാ എന്റെ കോൺസെൻട്രേഷൻ പോടാ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും പിന്നെ പാട്ടൊക്കെ പാടി അവർ കുറച്ചു നേരം എൻജോയ് ചെയ്തു. ശ്രീതു പിന്നെ ഔട്ടായി പോകുന്നുണ്ട്. അർജുൻ കുറെ നേരം നിൽക്കുന്നുണ്ട്. പിന്നെ ജിൻഡോ വരുന്നു. ജിൻഡോയൊക്കെ ആദ്യമേ തന്നെ പോയി കേട്ടോ. ജിൻഡോയ്ക്കൊന്നും വയ്യ. ജിൻഡോ പറഞ്ഞു എനിക്ക് കാലുവേദനയാണ്, ഞാൻ ക്വിറ്റ് ചെയ്യാണെന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് ക്വിറ്റ് ചെയ്ത് അങ്ങ് പോകുന്നത് നമുക്ക് കാണാം. അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഈ ഒരു ഗെയിമിൽ എന്തായാലും ഏറ്റവും കൂടുതൽ സമയം നിൽക്കുന്നത് അർജുനല്ല നമ്മുടെ നോറയാണ്. പിന്നെ നിൽക്കുന്നത് നന്ദന, പിന്നെ ഋഷി, അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പം നോറയ്ക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ പോയിന്റ്സ് കിട്ടിയത്. അപ്പൊ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് കിട്ടിയ കാര്യം നോറ അറിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നോറയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നു. നമ്മുടെ ടോയ്ലറ്റിന്റെ ഭാഗത്തേക്കൊക്കെ പോയി നോറ മറ്റേ തുള്ളിച്ചാടുന്നുണ്ട്. മറ്റേ തുള്ളിച്ചാടുന്ന കുഞ്ഞിപ്പുഴു ഇല്ലേ, ആ ഒരു ഐറ്റം ആവുന്നത് നമുക്ക് കാണാൻ പറ്റും കുറച്ചു നേരം. അപ്പൊ ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് പിന്നെ കാണുന്നത് നമ്മുടെ ശ്രീതു അർജുന്റെ ഒരു കുറച്ച് ക്യൂട്ട് മൊമെന്റ്സ് ആണ്. അതായത് അർജുൻ ഒരു ടാസ്ക് കൊടുക്കുകയാണ്, ശ്രീതു എന്റെ കണ്ണി നോക്കിയിരിക്കുക എന്നും പറഞ്ഞ് അങ്ങനെ കുറച്ചു നേരം കണ്ണി നോക്കിയിരിക്കുന്നതൊക്കെ കാണാം. അപ്പൊ ഈ അടുത്ത ടാസ്ക് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. ഈ ഒരു ടാസ്ക് നടന്നല്ലോ, ഈ ഒരു ടാസ്കിന്റെ ഒരു പേരിട്ടായിരുന്നല്ലോ നിങ്ങൾ, ഞാൻ മറന്നുപോയി, ചവിട്ട് നാടകം. അപ്പൊ ഈ ചവിട്ട് നാടകത്തിനിടയ്ക്ക് ഈ നമ്മുടെ ഋഷിയൊക്കെ കുറെ നേരം നിന്നു. അപ്പൊ ഋഷി ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഋഷിക്ക് ഭയങ്കര കാലിന് പെയിനായി. അപ്പൊ ഇറങ്ങുമ്പോൾ തന്നെ നമ്മുടെ സായിയോട് പറയുന്നുണ്ട്, സായി എന്റെ കാലൊന്ന് മസാജ് ചെയ്ത് തരാമോ എന്ന് പറയുന്നുണ്ട്. സായി കുറച്ചു നേരം സായി ഒന്ന് ചെയ്തു കൊടുക്കുന്ന കണ്ടു. അതാണ് നമ്മുടെ എപ്പിസോഡിനകത്ത് കാണിച്ചത്. എപ്പിസോഡിനകത്തല്ല കാണിക്കാൻ പറ്റത്തുള്ളൂ, സായിയെ ബൂസ്റ്റ് ചെയ്യണമല്ലോ പാമ്പന്മാർക്ക്. അപ്പം ബൂസ്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ലൈവിൽ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു. അതൊന്നും എപ്പിസോഡിൽ എന്താ കാണിക്കാനെന്ന് എനിക്കറിയത്തില്ല. സായിയുടെ മാത്രമേ കാണിച്ചുള്ളൂ. അതായിരുന്നു മെയിനായിട്ട് കാണിക്കേണ്ടത്. കാരണം അതാ ഒരു വ്യക്തിയുടെ ഒരു ഭയങ്കര എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ഈ ഋഷി അവിടെ എല്ലാവരോടും ചോദിച്ചു നടക്കുന്നുണ്ട്. ഋഷിക്ക് പിന്നെ അധികം നേരം അങ്ങോട്ട് ഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ സായി ചെയ്തു, സായിയുടെ വഴിക്ക് പോയി. ഒരു 2 മിനിറ്റ് ചെയ്ത് സായി വിട്ട് കളഞ്ഞു. നമ്മുടെ ജിൻഡോ ചേട്ടൻ എടുക്കുക. ജിൻഡോ ചേട്ടൻ കുറേ നേരം ഇവനെ പിടിച്ചിരുത്തി കാല് മസാജ് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ കണ്ടു. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ പുള്ളിക്ക് അങ്ങനെ മറ്റേ ദേഷ്യവും ആ ഒരു സാധനമൊന്നും വെച്ചിട്ടല്ല അവിടെ ആരോട് നിൽക്കുന്നത്. എല്ലാവരോടും പുള്ളിക്ക് നല്ലൊരു കാര്യമുണ്ട്. പുള്ളിയുടെ ക്യാരക്ടറായിട്ട് എനിക്കത് പുള്ളി ബെറ്റർ ഒരു വ്യക്തിയായി, നല്ലൊരു ഹ്യൂമൻ ബീങ് ആയി മാറുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഈ ഒരു ബിഗ് ബോസ് വന്നതിന് ശേഷം. നേരത്തുള്ള പുള്ളിയെ നമുക്ക് അറിയത്തില്ല, പക്ഷെ വന്ന സമയത്തൊക്കെ പുള്ളിയുടെ വായിന്ന് വീണതൊക്കെ ഞാനും കേട്ടതാണ്. സോ ആ സമയത്ത് പുള്ളിയോടൊരു വിദ്വേഷം തോന്നിയിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പൊ അത് മാറിപ്പോകുന്നുണ്ട്. കാരണം പുള്ളി ഒരു ബെറ്റർ ഹ്യൂമൻ ബീങ് ആയി. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു ഗെയിം കൊണ്ട് ഒരാളുടെ ലൈഫ് അങ്ങനെ നല്ല രീതിയിൽ ചേഞ്ച് ആവുന്നുണ്ടെങ്കിൽ പുള്ളിയാണ് ഇത് പെർഫെക്റ്റ് മാൻ. പുള്ളിയാണ് ഒരു ഈ ഒരു ഗെയിമിന്റെ വിന്നർ തന്നെ ആവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം അത്രയും നല്ലൊരു ക്യാരക്ടറായി മാറുന്നു പുള്ളി ഋഷിക്ക് സത്യം പറഞ്ഞാൽ ചെയ്തു കൊടുക്കുന്നതിനെ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഉണ്ടല്ലോ, അയ്യോ എന്നിട്ട് എന്തുകൊണ്ട് അത് ഇന്ന് എപ്പിസോഡിൽ കാണിച്ചില്ലെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നിങ്ങൾ എല്ലാവരും അതൊന്ന് അറിയണം.
അത് അറിയണം എല്ലാവരും പറ്റുമെങ്കിൽ. പക്ഷേ അത് എനിക്കറിയില്ല. ലൈവിന് എന്തായാലും ചിലപ്പോൾ യൂട്യൂബിൽ ഏതെങ്കിലും ഒക്കെ ഈ ലൈവ് സ്ട്രീം ചെയ്ത ആളില്ല, ലൈവ് സ്ട്രീം ചെയ്തവരുടേതിനകത്തും കാണാൻ ചാൻസ് ഇല്ല, അതൊക്കെ പോകും. എന്തായാലും ഇങ്ങനെ ഒരു സംഗതി നടന്നു. എന്തായാലും ബിഗ് ബോസ് ആണെങ്കിൽ അതങ്ങ് മുക്കിക്കളഞ്ഞു. പക്ഷെ ഞാനിവിടെ അത് പറയും. പിന്നെ അടുത്ത ടാസ്ക് വരുന്നുണ്ട്. ടാസ്ക് മറ്റേ സീൽ അടിക്കുക എന്ന് പറയുന്ന ഒരു ടാസ്ക് ആയിരുന്നു. ഓരോ ആൾക്കാർ എല്ലാ കണ്ടസ്റ്റൻസും ഇങ്ങനെ ഒരു ബോർഡ് കൊടുത്തിട്ടുണ്ട്, ആ ബോർഡിന്റെ ഫ്രണ്ടിൽ നിൽക്കും. അപ്പോൾ അവിടുന്ന് അവരുടെ ബോഡിയിൽ നിന്ന് അവർ മാറി ഓപ്പോസിറ്റ് നിൽക്കുന്ന വേറെ ആൾക്കാരുടെ ബോഡി പോയിട്ട് ഇവരുടെ സീല് വെക്കണം. അപ്പോൾ ഏറ്റവും കൂടുതൽ സീൽ ആരുടെ ബോർഡിലാണോ വരുന്നത് അവരിങ്ങനെ ഔട്ടായി പൊക്കോണ്ടിരിക്കും. അപ്പോൾ ആദ്യമേ ഈ സീൽ വെക്കാനായിട്ട് ഇറങ്ങുന്നത് നമ്മുടെ ഋഷി നന്ദന. എല്ലാവരും ഒന്നിച്ചാണ് നിൽക്കുന്നത്. അതിനകത്ത് ഓരോരുത്തരായിട്ട് ഇറങ്ങും. അതിനകത്ത് ഇറങ്ങുന്നത് ഋഷി നന്ദന സിജോ ആണ്, അല്ല നോറ ഋഷി സിജോ ആണ്. അതിനകത്ത് നോറ ആദ്യമേ തന്നെ ഔട്ടായി പോകുന്നത് നമുക്ക് കാണാം. അത് കഴിഞ്ഞിട്ട് ഋഷി, നന്ദന, സിജോ, ജാസ്മിൻ ഇവരാണ് ഓടി ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഈ നമ്മുടെ സീൽ അടിക്കുന്നത്. അതിനകത്ത് ജാസ്മിനും സിജോയും വഴക്കിലേക്ക് പോകുന്ന കാണാം. അയ്യോ ജാസ്മിന് പിന്നെ അറിയാലോ, മറ്റേ നാക്കുണ്ട്, അവള് മറ്റേ തേങ്ങ മാങ്ങ കച്ചറ കുച്ചറ എന്നും പറഞ്ഞങ്ങോട്ട് ഇറങ്ങും. അവിടെ ആരും അങ്ങനെയുള്ള വാക്കുകൾ യൂസ് ചെയ്യുന്നത് ഞാൻ വളരെ കുറവാണ് ഇപ്പൊ കേൾക്കുന്നത്. പക്ഷെ ജാസ്മിന്റെ കാര്യത്തിൽ എന്തായാലും അത് വരും, കാരണം വീട്ടിൽ നിന്ന് പഠിക്കുന്നതല്ലേ, പുറത്ത് കാണിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ എന്തായാലും ജാസ്മിൻ നല്ല വ്യക്തമായിട്ട് അങ്ങനെ കുറെ എന്നൊക്കെ പറഞ്ഞ് പ്രൊവോക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. സിജോയും തിരിച്ച് സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഒരു പരിധിയിൽ കൂടുതൽ സിജോ ഇന്ന് മറ്റേ ഒച്ച വെക്കുന്നത് ഞാൻ കണ്ടില്ല. ജാസ്മിന് വിട്ടുകൊടുത്തതായിരിക്കും, കാരണം അവള് കളകളോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. കേൾക്കുന്നത് നമുക്ക് തന്നെ മനസ്സിലാവുന്നില്ലായിരുന്നു ഒരു പരിധി കൂടുതൽ. അപ്പൊ എന്തായാലും അങ്ങനെ ജാസ്മിനും സിജോയും അതിനകത്ത് ഔട്ടായി പോകും. അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഋഷി ശ്രീതു ആണ് ഇറങ്ങുന്നത്. അതിനകത്ത് ഋഷി ഔട്ടായി പോകും. പിന്നെ ശ്രീതു നന്ദന അവരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അതിനകത്ത് നന്ദന ഇറങ്ങുന്നില്ല. ശ്രീതുവിന്റെ അതിനകത്ത് പോയി മറ്റേ സീൽ അടിക്കാനായിട്ട് നന്ദന ഒന്നും ചെയ്തില്ല. നന്ദനയുടെ ആ ബോർഡ് പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കി ശ്രീതു അടിക്കുന്നത്. അവിടെയാണ് നന്ദനയ്ക്ക് ഒരു അബദ്ധം പറ്റിയത്. നന്ദനയെ നേരെ തിരിച്ച് ശ്രീതുവിന്റെ അതിനകത്ത് അടിക്കണമായിരുന്നു, പക്ഷെ അത് അവൾ ചെയ്തില്ല. അപ്പൊ എന്തായാലും അതിന്റെ ഇടയ്ക്ക് ഈ നന്ദന ഒരു പരിപാടി കാണിക്കുന്നുണ്ട്. ഈ സീൽ നമ്മൾ അടിക്കുന്ന സീൽ ബോക്സ് ഉണ്ടല്ലോ, സീൽ ഇവരുടെ കയ്യിലുണ്ട്, പക്ഷെ അത് മറ്റേ ഈ നമ്മൾ മഷി അടിക്കുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ, അത് ഈ നന്ദനയുടെ അവിടെ ഇരുന്ന് നന്ദന എടുത്ത് കൈ കൊണ്ട് അങ്ങ് പൊക്കി പിടിച്ചു. അതായത് ശ്രീധുവിനെ അടിക്കാതിരിക്കാൻ, ശ്രീധുവിന്റെ മറ്റേ സീലിനകത്ത് മഷി തീരുമ്പം അവിടെ ഇരിക്കുന്നതിനകത്താണ് മുക്കിയാണ് എടുത്ത് അടിക്കുന്നത്. പക്ഷെ അത് ചെയ്യാതിരിക്കാൻ വേണ്ടി ഇവള് നൈസായിട്ട് എടുത്ത് അങ്ങ് പൊക്കി കൈ വെച്ച് ഏറ്റവും പൊക്കി പിടിക്കുന്നത് ഞാൻ കണ്ടു. അത് സത്യം പറഞ്ഞ ഒരു ഫൗൾ ഗെയിം ആയിരുന്നു. പക്ഷെ എന്താണോ ബിഗ് ബോസ് അതൊന്നും മിണ്ടിയില്ല. അതും ചിലപ്പോൾ ഒരു ഗെയിമിന്റെ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ അതൊരു ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ഗെയിമൊക്കെ ആയിട്ട് ചിലപ്പോൾ ബാക്കിയുള്ളവർ കണക്കാക്കുമായിരിക്കും. അങ്ങനെ കണക്കാക്കിയവർ അങ്ങനെ കണക്കാക്കിക്കും. പക്ഷെ എനിക്ക് തോന്നിയത് അത് വെറും ഒരു ചീപ്പ് ഗെയിമായിട്ട്. കാരണം ഇന്നലത്തെ ഒരു ഗെയിമിൽ ഞാനിത് പറയാൻ വേണ്ടി ഇരുന്നതാണ്, പക്ഷെ എനിക്ക് ഇന്നലെ ഞാൻ വിട്ടുപോയി. ഇന്നലത്തെ ഒരു ഗെയിം ആണെങ്കിലും ഈ പഴഞ്ചൊല്ല് ബനാന ടോക്ക് പറയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ. അപ്പം അതിനകത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഈ ശ്രീതു എന്ന് പറയുന്നത് ഒരു തമിഴത്തി കൊച്ചാണ്. അപ്പൊ അവൾക്ക് കൊണ്ടുപോയിട്ട് അവളുള്ള ഒരു ഗെയിമില് ഈ മലയാളം ബനാന ടോക്ക്, അതായത് മലയാളം പഴഞ്ചൊല്ല് പറയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് പരിപാടിയാണ്? എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെയുള്ള ഗെയിമുകൾ മാറ്റണം, അങ്ങനെയുള്ള ഗെയിം വെക്കാതിരിക്കുക. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഈ ശ്രീധുവിനെ പോലുള്ള അന്യഭാഷയിൽ നിന്നുള്ള ആൾക്കാരെ ഇതിനകത്ത് കൊണ്ടുവരാതിരിക്കുക. ഇത് അവരെ ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്യും. കൊണ്ടുവരികയാണെങ്കിൽ അവർക്കും കൂടെ പറ്റുന്ന രീതിയിലുള്ള ഗെയിമുകൾ ഡിസൈൻ ചെയ്യണം. എനിക്ക് അങ്ങനെയാണ് പേഴ്സണലി തോന്നിയത്. പക്ഷെ എന്തായാലും അത് ശ്രീധുവിന്റെ ബ്രില്യൻസ് അല്ലെങ്കിൽ അവളുടെ ഒരു കഴിവ്. അവൾ ഇന്നലെ ആ ഒരു ഗെയിമിൽ നല്ല വ്യക്തമായിട്ട് അവൾ ഒരു പോയിന്റ് ഒക്കെ മേടിക്കുന്നത് ഞാൻ കണ്ടു. അത് അവളുടെ കഴിവ്, അല്ലാതെ ബിഗ് ബോസിലെ ടീം മെമ്പേഴ്സിന്റെ, അതായത് ബിഗ് ബോസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഗുണമൊന്നും അല്ല കേട്ടോ. അവര് മണ്ടന്മാരാണ് സത്യം പറഞ്ഞാൽ. ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ടാസ്ക് ഒന്നും കൊണ്ടൊന്നും വെക്കത്തില്ല. അതുപോലെയാണ് ഇന്ന് എനിക്ക് ഈ ഒരു ഗെയിമിൽ തോന്നിയത്. അത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് പറയണമായിരുന്നു. അടുത്ത് മേളിൽ ഇവള് പിടിക്കുന്ന കേട്ടപ്പോൾ ഞാൻ ആലോചിച്ചു എന്താണ് അവരൊന്നും മിണ്ടാത്തതെന്ന്. എന്തായാലും അവളുടെ അഹങ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹങ്കാരത്തിന് കയ്യും കാലം വെച്ചൊരു ഐറ്റമാണ് ഈ നന്ദന. അത് പലപ്പോഴും അവളുടെ അതിനകത്തുള്ള ബിഹേവിയർ കാണുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട്, എൻ്റെ പെർസ്പെക്റ്റീവില്. അപ്പൊ ഇന്ന് ഈ ഒരു സാധനം കണ്ടപ്പോഴും എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. എന്നിട്ട് അവളുടെ ഫേസിലേക്ക് ക്യാമറ ഒന്ന് എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. മറ്റേ ഈ ദേഷ്യം കൊണ്ട് മുഖം ഇടിച്ചു പൊളിക്കാൻ നമ്മൾ നിൽക്കുമ്പോൾ ഒരു സാധനം ഉണ്ടല്ലോ, ആ ഒരു രീതിയിലൊക്കെ അവൾ ശ്രീധുവിനെടുക്കാൻ നിൽക്കുന്നത്. എന്തിനാണ് അങ്ങനെയൊക്കെ? അതൊരു ഗെയിമാണെന്നും ഒരു എടുക്കാനുള്ള ഒരു മെന്റാലിറ്റി അവിടെ പലർക്കും ഇല്ല. ആ ഗെയിം നടക്കുന്ന സമയത്ത് അവർ വൈരാഗ്യത്തോടാണ് കാണുന്നത്. അത് എന്തിനാണ് എനിക്കത് മനസ്സിലാവുന്നില്ല. എന്തായാലും ആ ഒരു ഗെയിമിൽ നമ്മുടെ ശ്രീധുവും നന്ദനെ രണ്ടുപേര് ബിഗ് ബോസ് പറഞ്ഞ് ഈ ഒരു റൗണ്ടിൽ രണ്ടുപേര് ഔട്ടാവും. അപ്പം അവർ രണ്ടുപേരും മാത്രമേ ഇറങ്ങി കളിച്ചുള്ളൂ. അതുകൊണ്ട് അവർ രണ്ടുപേരും ഔട്ട് ആവുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത റൗണ്ട് വരുന്നുണ്ട്. അങ്ങനെ കളിച്ച് ഈ ഒരു ഗെയിമിൽ സായി ആണ് തേർഡ് വരുന്നത്. സായി തേർഡ് വരും, സായിക്ക് 1 പോയിന്റ്, അബി സെക്കൻഡ് വരുന്നു 2 പോയിന്റ് ആയിട്ട്, അർജുൻ ഫസ്റ്റ് ആവും, അർജുന് 3 പോയിന്റ് കിട്ടുന്നുണ്ട്. സോ അങ്ങനെ ഈ ഒരു ടാസ്കും ഇന്നങ്ങോട്ട് തീരുകയായിരുന്നു. ഈ ടാസ്കോട് കൂടിയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് എന്തായാലും തീർന്നത്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ സംഭവ ബഹുലം എന്ന് പറയാനായിട്ട് വേറെ വലിയ കാര്യങ്ങളൊന്നും ഇല്ല, ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഇനി അപ്പം നാളത്തെ എപ്പിസോഡ് നമുക്ക് നോക്കാം. നാളത്തെ ലൈവിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട സംഗതികൾ വരികയാണെങ്കിൽ മാത്രം ഞാൻ ഒരു ലൈവ് അപ്ഡേറ്റ് കൊണ്ടുവരാം. ഇല്ലെങ്കിൽ എപ്പിസോഡ് കഴിഞ്ഞിട്ട് ഇതേ കണക്കൊരു ചെറിയ റിവ്യൂ അങ്ങ് തരാം. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. പ്രത്യേകിച്ച് നഷ്ടങ്ങളൊന്നും വരാനില്ല.